നമസ്കാരം, ഞാൻ ഷബാബ് അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. നമ്മൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 2024 സ്കീം നമ്മൾ ഈ വർഷം എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള കരിക്കുലത്തിൻ്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കറിയാം, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി 2015 കേരളത്തിലെ ഏതാണ്ട് 99% എഞ്ചിനീയറിംഗ് കോളേജുകളും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഗവൺമെൻറ്, എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ്, സെമി ഗവൺമെൻറ് തുടങ്ങി കോളേജുകളെല്ലാം അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ 2015 സ്കീമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അത് പിന്നീട് 2019 സ്കീമാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 2024 അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ പഠിക്കാൻ പോകുന്നത് 2024 സ്കീമാണ്. വളരെയധികം സവിശേഷതകളുള്ള ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കരിക്കുലമാണ് 2024 സ്കീമിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഫ്രെയിം വർക്കുകൾ ഉൾപ്പെടെയുള്ള റെഗുലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. 2024 സ്കീമിലേക്കാണ്, കരിക്കുലത്തിലേക്കാണ് നമ്മൾ ഈ വർഷം കേരളത്തിലെ കുട്ടികൾ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ ചെയ്യുന്നത്. ആ സ്കീമിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന് പറയുന്നത്, ഫസ്റ്റ് ഡേ മുതൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ഡേക്ക് വരുമ്പോൾ ആ ഡേ മുതൽ തന്നെ ഒരു എംപ്ലോയബിലിറ്റി ആ കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ ബാംഗ്ലൂർ, അതേപോലെ ചെന്നൈ, കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി വീണ്ടും ആഡ് ഓൺ ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ കാശ് കൊടുത്ത് പഠിച്ച് കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഇൻഡസ്ട്രിയിലേക്കുള്ള ആ ഗ്യാപ്പ് മറികടക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും ഈ പ്രൈവറ്റ് ഏജൻസികളുടെ കോഴ്സുകളിലൂടെയൊക്കെ പോയിട്ട് വീണ്ടും 1-1.5 കൊല്ലമൊക്കെ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ആ ഗ്യാപ്പിനെ അതിലേക്കൊരു ബ്രിഡ്ജ് എന്നുള്ള രീതിയിലേക്ക് ഈ പഠന കാലയളവിൽ തന്നെ ഈ കരിക്കുലം മുന്നോട്ട് വെക്കുന്നത് ഇൻഡസ്ട്രിയിലേക്ക് കുട്ടികളെ കോഴ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ മുതൽ എംപ്ലോയബിലിറ്റി ടാർഗറ്റ് ചെയ്തിട്ടുള്ള കരിക്കുലമാണ്. രണ്ടാമത് നമുക്കറിയാം, വിവിധ ബ്രാഞ്ചുകളുണ്ട്. ഏതാണ്ട് 10-25ഓളം വരുന്ന ഡിഫറൻ്റ് ആയ പല ബ്രാഞ്ചുകൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. അതിൽ ഓരോ വിവിധ ബ്രാഞ്ചുകളെ, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധിപ്പിച്ച റിലേറ്റ് ചെയ്ത ബ്രാഞ്ചുകൾ, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഈ ബ്രാഞ്ചുകളെ കാറ്റഗറി എയിലേക്കും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയുള്ള ബ്രാഞ്ചുകളെ കാറ്റഗറി ബിയിലേക്കും മെക്കാനിക്കലി സിവിൽ പോലത്തെ ബ്രാഞ്ചുകളെ കാറ്റഗറി സിയിലേക്കും ഫോർ എക്സാമ്പിൾ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലത്താണ്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടങ്ങളിലും, തൊഴിലിടങ്ങളിലും, ക്യാമ്പസുകളിലും, നമ്മുടെ സാമൂഹിക ജീവിതത്തിലും വലിയ രീതിയിലുള്ള മാറ്റമാണ് AI, അതേപോലെ ഡാറ്റാ സയൻസ് പോലെയുള്ള മേഖലയുമായി ബന്ധിപ്പിച്ച് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ ബ്രാഞ്ചുകളിലും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബിടെക്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഫസ്റ്റ് സെമസ്റ്ററിൽ ഇത്തരം ഈ ന്യൂജൻ കോഴ്സുകളുടെ ബേസിക് ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പൈത്തൺ എന്ന് പറയുന്ന കോഡിംഗ് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മുടെ മെക്കാനിക്സ് പോലെ, ഗ്രാഫിക്സ് പോലെ ഫസ്റ്റ് സെമ്മിന്റെ ഭാഗമായിട്ട് വരികയാണ്. കമ്പ്യൂട്ടർ സയൻസിന് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രാഞ്ചസിലേക്ക് വരുന്ന കുട്ടികൾ മാത്രമല്ല, എല്ലാ ബ്രാഞ്ചുകാരും പഠിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അതേപോലെ വെബ് ഡിസൈന്, അതോടൊപ്പം തന്നെ നമുക്കറിയാം, മാത്സ് എഞ്ചിനീയറിംഗിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. ആ മാത്സ് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഏത് ബ്രാഞ്ചാണ് എടുക്കുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ഒരു കുട്ടി പഠിക്കുന്ന മാത്സ് ആയിരിക്കില്ല ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എടുക്കുന്ന കുട്ടി വേണ്ടത്. ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് മാത്സ് ആണ് എഞ്ചിനീയറിംഗിൽ കൊടുക്കുന്നത്. അപ്പൊ ഏത് ബ്രാഞ്ചാണോ കുട്ടി ഓപ്റ്റ് ചെയ്യുന്നത് ആ ബ്രാഞ്ചിന് വേണ്ട മാത്സെ പഠിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ നിലവിൽ 2019 സ്കീമിൽ 4 സെമസ്റ്ററുകളിലായി ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെമ്മിൽ മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു പേപ്പർ മാത്സിലെ ഒരു സെമ്മിലെ പേപ്പറിന് 4 ക്രെഡിറ്റ് ആണ്. 16 ക്രെഡിറ്റിലേക്കാണ് ഇപ്പോൾ മാത്സ് നിൽക്കുന്നതെങ്കിൽ ഈ പുതിയ കരിക്കുലത്തിൽ നമുക്കത് വരുന്നത് 3 മാത്സിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ 12 ക്രെഡിറ്റിലേക്ക് കുറക്കുകയാണ്. അതായത് അത്യാവശ്യം വേണ്ട ആ കുട്ടിയുടെ ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ചിന് വേണ്ട മാത്സ് ആണ് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാവരും ഒരേ ഫിസിക്സും കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി കമ്പ്യൂട്ടർ സയൻസുകാരൻ പഠിക്കേണ്ട ഫിസിക്സ് അല്ല ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ സിവിലേറെ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ മെക്കാനിക്കലേറെ പഠിക്കേണ്ടത്. അവരുടെ ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിലേക്കുള്ള ഫിസിക്സ്, അതിലേക്കുള്ള കെമിസ്ട്രി, ഈ രീതിയിലേക്ക് നമ്മുടെ കോമൺ പേപ്പേഴ്സ് മാറുകയാണ്, മാത്സ് ഉൾപ്പെടെയുള്ള പേപ്പറുകൾ. ദെൻ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റിയാണ്.
കുട്ടികൾക്ക് പഠനഭാരം കുറക്കുക എന്നുള്ളതാണ്. 2019 സ്കീമിൽ നമ്മളത് കണ്ടതാണ്. അത് കുറച്ചും കൂടി കുട്ടികൾക്ക് എളുപ്പത്തിൽ പാസ്സാക്കാൻ പറ്റാവുന്ന, അവരെ ഇൻഡസ്ട്രിയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമാണ്. അതാണ് ഈ കരിക്കുലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റിയാണ്. കോർ പേപ്പറുകളുടെ എണ്ണം കുറച്ച് കുട്ടി ഏത് ബ്രാഞ്ചാണോ എടുക്കുന്നത് ആ ബ്രാഞ്ചിലെ എലക്റ്റീവ് അവനക്ക് ചോയ്സ് ചെയ്യാൻ പറ്റാവുന്ന, അവനക്ക് താല്പര്യമുള്ള എലക്റ്റീവിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ തന്നെ അവരെടുക്കുന്ന ബ്രാഞ്ചിലെ, ഇപ്പോൾ തേർഡ് സെം ഫോർത്ത് സെമ്മിലേക്കാണ് കോർ പേപ്പേഴ്സ് വരുന്നതെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ തന്നെ കോർ പേപ്പറിലേക്ക് കുട്ടികൾ കൊണ്ടുവരികയാണ്. കോർ പേപ്പറുകളുടെ എണ്ണം കുറക്കുന്നു, എലക്റ്റീവ് പേപ്പറുകളിലെ അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നു, മാർക്കറ്റ് ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയ പേപ്പർ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു ഗ്യാപ്പാണ് നമ്മുടെ കരിക്കുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വീണ്ടും പല ഷോർട്ട് ടേം പ്രോഗ്രാമുകളുടെ പിന്നാലെ പോകുന്ന സാഹചര്യമുണ്ട്. ദെൻ ഈ പുതിയ 2024 സ്കീമിൽ ചേരുന്ന ഒരു കുട്ടിക്ക് ശരിക്ക് 3 വർഷം എന്ന് പറഞ്ഞാൽ 6th സെമസ്റ്റർ വരെ ക്ലാസ്സിൽ ഇരിക്കേണ്ടതുള്ളൂ. അവന്റെ 7th സെമസ്റ്ററും 8th സെമസ്റ്ററും ഉള്ള പേപ്പറുകൾ ഓൺലൈനായിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കോളേജിൽ നിന്ന് അറ്റൻഡൻസ് കൊടുക്കും. അതിന്റെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ലാസ്റ്റ് ഇയറിലേക്ക് വരുന്നതോടുകൂടി 1 ഇയർ ഫുൾ ആയിട്ട് അവന് കിട്ടണം. അപ്പൊ അവർക്ക് അതിന്റെ ഇന്റേൺഷിപ്പ് ഏതെങ്കിലും നല്ല കമ്പനികളുമായി ബന്ധിപ്പിച്ച് അവന്റെ പ്രൊജക്റ്റുമായി ബന്ധിപ്പിച്ച് തന്നെ ഫൈനൽ ഇയറിൽ കാര്യമായി വരുന്നത് SF-ന്റെയും S8-ന്റെയും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് ഒരു കേസ് സ്റ്റഡി പോലെ 1 ഇയർ ടൈം എടുത്ത് അവന്റെ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ പീരീഡിൽ അവർക്ക് മെച്ചപ്പെട്ട കമ്പനികളിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൃത്യമായ സമയം കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ കഴിയുക. അതായത് ഇൻഡസ്ട്രിയൽ വിസിറ്റ് അല്ല, ദിവസങ്ങളോളം മാസങ്ങളോളം ഒരു ഇൻഡസ്ട്രിയിൽ പോയി അവിടെ ആ ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കുട്ടിക്ക് മാറാൻ കഴിയും. 1 വർഷം ലാസ്റ്റ് ഇയർ 1 ഇയർ അവൻ കോളേജിലേക്ക് വരേണ്ടതില്ല. ലാസ്റ്റ് SF-ന്റെയും S8-ന്റെയും പേപ്പറുകൾ ഓൺലൈനിലായി പഠിച്ച് അവർക്ക് ഈ SF-ന്റെയും S8-ന്റെയും ലാസ്റ്റ് 1 ഇയർ മൊത്തത്തിൽ അവർക്ക് ഇന്റേൺഷിപ്പിൽ ഉപയോഗിക്കാൻ പറ്റും. അതിലൂടെ അവർക്ക് മെച്ചപ്പെട്ട പ്രൊജക്ട് ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് ലൈവായി നിൽക്കുന്ന പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനും കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയെ കുട്ടികൾക്ക് ചലഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പല കാറ്റഗറിയിൽപ്പെട്ട അക്കാഡമിക്കിൽ പല റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളാണ് നമ്മളെ കോളേജുകളിലേക്ക് വരുന്നത്. സപ്പോസ് മാത്സ് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ വിചാരിച്ചാൽ നല്ല താല്പര്യമുണ്ട് മാത്സ്, മീൻസ് പെട്ടെന്ന് തന്നെ മാത്സ് അവന് പിക്കാവും. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും മാത്സ് ഉണ്ട്. ഫസ്റ്റ് സെമ്മിൽ മാത്സിന്റെ കൂടെ തന്നെ ആ കുട്ടിക്ക് സെക്കൻഡ് സെമസ്റ്റർ മാത്സ് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. ഫസ്റ്റ് സെമ്മിന്റെ കൂടെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലെ മാത്സ് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേറെ പേപ്പർ ആണെങ്കിൽ വേറെ പേപ്പർ പഠിക്കാം. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സെമ്മിന്റെ കൂടെ തന്നെ അടുത്ത ഹയർ സെമസ്റ്ററിലെ പേപ്പർ ചലഞ്ച് ചെയ്ത് ആ പരീക്ഷ പാസ്സാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് അടുത്ത സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ആ പേപ്പറിൽ ക്ലാസ് ഇരിക്കേണ്ട, അവന് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുകയാണ്. അവന്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്, അതേപോലെ ഇന്റേൺഷിപ്പിന്, ഇൻഡസ്ട്രിയൽ വിസിറ്റിന്, പ്രൊജക്ടിന്, സെമിനാർ പോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുകയാണ്. ഇതാണ് വേറെ പ്രധാനപ്പെട്ട ഓപ്ഷൻ. കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സപ്പോസ് ഇപ്പോൾ S6 ആകുമ്പോഴേക്കും SF-ലെയും S8-ലെയും ഈ ഓൺലൈൻ പേപ്പറുകൾ അതിന് മുമ്പേ വേണമെങ്കിൽ പഠിച്ചു തീർക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് SF-ലും S8-ലും ഈ ഓൺലൈനായി പഠിക്കേണ്ട പേപ്പർ പോലും പഠിക്കേണ്ട. കാരണം നേരത്തെ ആ പേപ്പറുകൾ യൂണിവേഴ്സിറ്റി എഴുതിയെടുത്തിട്ടുണ്ടാവും. മുഴുവനായി ആ ലാസ്റ്റ് ഇയർ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പിനും പ്രൊജക്റ്റിനും ഉപയോഗിക്കാം. ആ കുട്ടിക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്കാണ് പോകുന്നത്, ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത്, അതല്ല വേണമെങ്കിൽ ഗെയിം കോച്ചിങ് പാരലായിട്ട് നോക്കാം, ബാങ്ക് കോച്ചിങ് പാരലായിട്ട് നോക്കാം, ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച ഷോർട്ട് ടേം ആഡ് ഓൺ പ്രോഗ്രാമുകൾ ക്യാമ്പസിനുള്ളിൽ തന്നെ ചെയ്യാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ പിന്നീട് വീണ്ടും അവർ ഏത് ട്രൈഡ് അപ്പോൾ സിവിൽ കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ സിവിലുമായി ബന്ധിപ്പിച്ച് മാർക്കറ്റ് ഓറിയന്റഡ് ആയ പ്രോഗ്രാമിന് വേണ്ടി അവൻ വീണ്ടും പ്രൈവറ്റ് ഏജൻസികളെ സമീപിച്ച് കാശ് കൊടുത്ത് വേറെ കോഴ്സ് ചെയ്യാം. അതിന് പകരം എന്താണോ മാർക്കറ്റുമായി ബന്ധിപ്പിച്ച് ഇന്ന പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ ഏറ്റവും റീസെന്റ് ആയ ഡെവലപ്മെന്റ് എന്താണ്, പ്രോഗ്രാംസ് എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഹാർഡ്വെയർ എന്താണ് മാറ്റങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത്, ആ പ്രോഗ്രാമുകൾ ആഡ് ഓൺ പ്രോഗ്രാമുകളായി നിലവിലെ കരിക്കുലത്തിന്റെ കൂടെ തന്നെ 5 or 6 ആഡ് ഓൺ പ്രോഗ്രാമുകൾ പാരലായിട്ട് കോളേജ് കൊടുക്കണം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. ദെൻ അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് എഞ്ചിനീയറിംഗിലെ ഒരു പാസ്സാകുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്നുള്ള രീതിയിൽ അബദ്ധമായ ചില ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വളരെ തെറ്റാണ്. 2019 സ്കീമാണെന്നുണ്ടെങ്കിലും ഈ സ്കീമാണെന്നുണ്ടെങ്കിലും ഏതൊരു കുട്ടിക്കും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചു വരുന്ന +2 പാസ്സായ ഏതൊരു കുട്ടിക്കും പാസ്സാകാൻ പറ്റാവുന്ന കരിക്കുലാണ് 2019 സ്കീമിലെ. അത് കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് 2024 സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 സ്കീമിൽ എക്സ്റ്റേണൽ എക്സാമിനേഷന്റെ വെയിറ്റേജ് 66.66%. 100 മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും ഒരു പേപ്പറിൽ, 50 മാർക്ക് ഇന്റേണലാണ്.
അപ്പൊ 100 മാർക്ക് എക്സ്റ്റേണൽ ഇവാലുവേഷനും 50 മാർക്ക് ഇന്റേണലും. അപ്പൊ എക്സ്റ്റേണൽ ഇവാലുവേഷന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/150 ആണ്. അത് പറയുമ്പോൾ 66.66%. 2019 സ്കീം. ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മാർക്കാണ് ഒരു പേപ്പറിന്റെ ഇന്റേണൽ. ആ ഇന്റേണലിൽ 35 മിനിമം പറയുന്നത്. ആ ഇന്റേണൽ മാർക്കിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50/150, 33.33% ആണ്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഘടന. ഇത് മാറി 60 to 40% എന്ന് പറയുന്ന രീതിയിലേക്ക് വരും. എന്താണ് 60 to 40%? യൂണിവേഴ്സിറ്റി എക്സാമിന്റെ വെയിറ്റേജ് 60%. മാറ്റം ശ്രദ്ധിക്കുക, 66.66% നിന്ന് എക്സ്റ്റേണൽ വാല്യുവേഷന്റെ വെയിറ്റേജ് 60% കുറഞ്ഞു. 33.33% എന്ന് പറയുന്ന ഇന്റേണൽ ഇവാലുവേഷൻ 40% മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു പേപ്പർ, ഇപ്പോൾ മാത്സ് എന്ന് പറയുന്ന പേപ്പർ ആണെങ്കിൽ 100 മാർക്കാണ് അതിന്റെ ടോട്ടൽ വെയിറ്റേജ് വരുന്നത്. 60 മാർക്ക് കുട്ടി യൂണിവേഴ്സിറ്റി എക്സാം എഴുതണം. 40 മാർക്ക് ഇന്റേണൽ ആണ്. അപ്പൊ 60 മാർക്കിന്റെ 40% പാസ്സാവാൻ 4/24, 60-24 യൂണിവേഴ്സിറ്റി എക്സാമിന് കിട്ടിയാൽ ആ കുട്ടി പാസ്സാവും. അവന്റെ മിനിമം ഇന്റേണൽ, ഇപ്പൊ മിനിമം ഇന്റേണൽ 35 ആണ് 50-ലെങ്കിൽ അവന് വേണ്ടത് പിന്നീട് വേണ്ടത് 26 മാർക്കാണ്. 40-26 മാർക്ക് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആ പേപ്പർ നല്ല പെർസെന്റേജോട് കൂടി, നല്ല ഗ്രേഡോട് കൂടി, A+ കൂടി, S കൂടി, B+ കൂടി ആ പേപ്പർ പാസ്സാക്കാനുള്ള സാഹചര്യമാണ് 2024 സ്കീമിലുള്ളത്. സപ്ലിമെന്ററികളുടെ എണ്ണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായി കുറയും. S6 ആകുമ്പോഴേക്കും ആ കുട്ടിക്ക് ഫൈനൽ ഇയറിലെ പേപ്പറുകൾ ചലഞ്ച് ചെയ്ത് പാസ്സാക്കി എടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് കുട്ടി എത്തും. അതാണ് അക്കാഡമിക്സുമായി ബന്ധിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടെ നമുക്ക് 2019 സ്കീമിൽ നിന്ന് 2015 സ്കീമിൽ നിന്ന് 2019 മാറിയപ്പോൾ കുട്ടികളുടെ പഠനഭാരം കുറഞ്ഞു. 2015 സ്കീമില് 6 പേപ്പർ, 6 മോഡ്യൂള്, 100 മാർക്കിൽ 45 മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതിയെടുക്കണം. അത് 2019 വന്നപ്പോൾ 5 പേപ്പറായി. പിന്നെ ഫസ്റ്റ് സെമ്മിൽ 5 പേപ്പറിലേക്ക് വന്നു. ദെൻ ആ സെമസ്റ്റർ ഉയരുന്നതോട് കൂടിയിട്ട് അത് 5A+ എന്ന് പറയുന്ന പിന്നെ എലക്റ്റീവ്, അതേപോലെ നോൺ എഞ്ചിനീയറിംഗ് പേപ്പേഴ്സുകൾ ധാരാളം വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വന്നു, പ്രൊഫഷണൽ എത്തിക്സ് വന്നു, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ വന്നു, ലൈഫ് സ്കിൽ വന്നു, മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് വന്നു, എക്കണോമിക്സ് വന്നു, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് വന്നു. ഇങ്ങനെ കുറെ നോൺ എഞ്ചിനീയറിംഗ് പേപ്പർ ഉൾപ്പെടെയാണ് നമ്മൾ 2019 സ്കീമിൽ കണ്ടത്. അതേ പാറ്റേൺ നിലനിർത്തുമ്പോൾ തന്നെ പേപ്പറുകളുടെ എണ്ണം കുറയുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, നേരത്തെ 2015 6 മോഡ്യൂള്, 2019 5 മോഡ്യൂള്, 2024 4 മോഡ്യൂളിലേക്ക് മാറി. ആ പേപ്പറിൽ കുട്ടി അത്യാവശ്യം അറിയേണ്ട, വാരി വലിച്ച് എല്ലാ സംഗതി പഠിക്കേണ്ടതല്ല, ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് ആ എടുക്കുന്ന ബ്രാഞ്ചിൽ ആ കുട്ടി കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അത് മാത്രം പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കരിക്കുലം മാറും. 4 മോഡ്യൂളിലേക്ക് മാറും. 2.5 മണിക്കൂർ, 3 മണിക്കൂർ 100 മാർക്കിന്റെ 3 മണിക്കൂർ എക്സാം എന്നുള്ളത് 60 മാർക്കിന്റെ 2.5 മണിക്കൂർ എക്സാമിലേക്ക് മാറുകയാണ്. ഇന്റേണൽ 60-ഉം 40-ഉം എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി നല്ല ഗ്രേഡോട് കൂടി പാസ്സാക്കി എടുക്കാനും അവർക്ക് ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെയാണോ ആ പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്ത് പഠിക്കാനും അവസാന വർഷം മുഴുവനായി ഇൻഡസ്ട്രിയിലേക്ക് പോകാനുമുള്ള ഒരു അവസരമാണ് ഈ കരിക്കുലം നൽകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഇന്ന് വിവിധ യൂണിവേഴ്സിറ്റികളുടെ എഞ്ചിനീയറിംഗ് കരിക്കുലം എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയി നിൽക്കുന്ന ഒരു കരിക്കുലമാണ് 2024 സ്കീമിൽ കേരളത്തിലെ കുട്ടികൾ എഞ്ചിനീയറിംഗിന് ചേരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. ഇത് കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഇതൊരു നോളേജ് എക്കോണമി എന്നുള്ള ഒരു സൊസൈറ്റിയിലേക്ക് മാറുകയാണ്. പിന്നെ ആ മാറ്റത്തെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ 2024 സ്കീം KT ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പിന്നെ റീസെന്റ് ആയി നേരത്തെ നമുക്കറിയാം ഡ്യുവൽ ഡിഗ്രി നിൽക്കുന്നുണ്ട്. KTയുടെ 2019 സ്കീമിലെ പ്രത്യേകതയായിരുന്നു മൈനർ ഡിഗ്രി. ഒരു ബ്രാഞ്ച് എടുക്കുമ്പോൾ തന്നെ മറ്റു ബ്രാഞ്ചിലെ മൈനർ ഡിഗ്രി എടുക്കാം. സപ്പോസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് മൈനർ എടുത്തു കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റ് BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് മൈനർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഏത് ബ്രാഞ്ചിലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടാവും, മദർ ബ്രാഞ്ച് ഉണ്ടാവും, അതോടൊപ്പം തന്നെ മൈനർ ഡിഗ്രി അച്ചീവബിൾ ആണ്. അതേ സംവിധാനങ്ങൾ നമ്മൾ പുതിയ സ്കീമിൽ നിലനിൽക്കുന്നു. അതേപോലെ നിലവിലുള്ള എടുക്കുന്ന ബ്രാഞ്ചിൽ തന്നെ 20 ക്രെഡിറ്റ് അധികം 4 പേപ്പറുകളും പിന്നെ പ്രൊജക്ട് ഉൾപ്പെടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനക്ക് കുറച്ചും കൂടി വാല്യൂ ഉള്ള ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രിയിലേക്ക് പോകാം. അതേ സംവിധാനം നിലനിൽക്കുന്നു. ഇതെല്ലാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലേക്ക്
നമ്മളെ കുട്ടികളെ സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ഡേ മുതൽ ഒരു എംപ്ലോയബിലിറ്റിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു കരിക്കുലമാണ് ഈ കരിക്കുലം. അതുകൊണ്ട് കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു കരിക്കുലമാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പോകുന്ന ഒരു കരിക്കുലമാണ് ഈ കരിക്കുലം. ഏതൊരു കുട്ടിക്കും എളുപ്പത്തിൽ തന്നെ പഠിച്ച് പാസ്സായി ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ആ തലത്തിലേക്ക് കുട്ടികളെ വളർത്താൻ പറ്റാവുന്ന ഒരു കരിക്കുലം കൂടിയാണ്. ഇതാണ് 2024 കരിക്കുലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നിലനിൽക്കുന്നത്. ദെൻ ഞങ്ങൾ അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജ് 2003 പാലക്കാട് ജില്ലയിലെ ഫസ്റ്റ് സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ്. 2003 തുടങ്ങിയ സ്ഥാപനമാണ്. ദെൻ 7 ബ്രാഞ്ച് ഇപ്പോൾ കോളേജിൽ നിലവിലുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, ദെൻ പരമ്പരാഗത ബ്രാഞ്ചുകളായ കോർ ബ്രാഞ്ചുകളായ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിലെല്ലാ ബ്രാഞ്ചുകളിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മൈനർ ഡിഗ്രി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കോളേജ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാക് അക്രഡിറ്റഡ് ആണ്. 21 കൊല്ലത്തെ വളരെ വലിയ ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് കോളേജ് അതിന്റെ 24ാം വർഷത്തെ 2024 അഡ്മിഷൻ എടുക്കുന്നത്. ദെൻ വളരെ ചെറിയ ഒരു ഫീസ് സ്ട്രക്ചറിലാണ് നമ്മുടെ കോളേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുട്ടികളെ മെറിറ്റീരിയസ് ആയ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി സാധാരണക്കാരായ കുട്ടികൾക്ക് സാധാരണക്കാരന്റെ മക്കൾക്ക് ക്വാളിറ്റിയുള്ള ഒരു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് സ്കീമാണ്. ഫുൾ A+ ആണെന്നുണ്ടെങ്കിൽ മുഴുവൻ ട്യൂഷൻ ഫീസും ഫ്രീ ആയി പഠിക്കാം. ഈ രീതിയിൽ വളരെ ചെറിയ ഒരു ഫീസ് സ്ട്രക്ചറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലാറ്റർ എൻട്രിയിലേക്ക് സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കുന്നു. ദെൻ വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് സെക്കൻഡ് ഇയറിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നു. ദെൻ ഈ നമ്മളെ കോളേജ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഷൊർണൂരാണ്. ഷൊർണൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട കുട്ടികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റിയ സെന്ററാണ്. സപ്പോസ് മലപ്പുറം ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് നമ്മൾ ട്രെയിനിൽ വരുന്ന പിള്ളേരാണ്. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളെ പിള്ളേരെ പിക്ക് ചെയ്യും. തിരിച്ച് അവിടെ തന്നെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി വിടും. 9:15 ക്ലാസ് ടൈം. കോഴിക്കോട് നിന്ന് വരുന്ന ട്രെയിനുകൾ ഷൊർണൂർ എത്തിയതിനു ശേഷം അവിടെ നമ്മൾ പിള്ളേരെ പിക്ക് ചെയ്ത് 9:15 നമ്മൾ ഇവിടെ കൊണ്ടുവരും. ദെൻ തിരിച്ച് 3:40 കഴിഞ്ഞ് അവരെ 4 മണിക്ക് തന്നെ 4:05 ആകുമ്പോഴേക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിക്കും. ഈ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണ്ണാർക്കാട്, പാലക്കാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കോളേജ് ബസ് ഫെസിലിറ്റീസ് നിൽക്കുന്നുണ്ട്. ദെൻ എല്ലാ രീതിയിലും സർക്കാർ ഇതര സ്കോളർഷിപ്പുകൾക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള നല്ലൊരു സ്കോളർഷിപ്പ് സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ ഫംഗ്ഷനിങ് ആയ ഒരു പ്ലേസ്മെന്റ് സെല്ല് കോളേജിന്റെ സവിശേഷതയാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ കേരള നോളജ് എക്കോണമി മിഷന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിൽ തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്ത ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ്, 500ഓളം കുട്ടികൾ പങ്കെടുത്ത ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് ഈ ക്യാമ്പസിൽ വെച്ച് നടന്നു. ധാരാളം കുട്ടികളിൽ ഷോർട്ട് ലിസ്റ്റ് പെടുകയും പ്ലേസ്മെന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റിയും കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറഞ്ഞ ഒരു സർവീസ് സെക്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്തു വരുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റുഡൻസ് യൂണിയൻ കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അതോടൊപ്പം തന്നെ ആർട്സ്, സ്പോർട്സ്, എല്ലാ സപ്പോർട്ടിംഗ് വിങ്ങും NSS, EDC, വിമൻസ് സെല്ല് തുടങ്ങി കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും അക്കാഡമിക്സിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. ദെൻ ഇതിലേക്കുള്ള അഡ്മിഷന്റെ നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മെറിറ്റ് സീറ്റിലേക്കും മാനേജ്മെന്റ് സീറ്റിലേക്കും ദെൻ ഇളക്കുള്ള അഡ്മിഷൻ മെറിറ്റ് എൻട്രൻസ് കമ്മീഷണറുടെ അലോട്ട്മെന്റ് വഴിയാണ് മെറിറ്റ് സീറ്റ് ഫില്ല് ചെയ്യുന്നത്. ദെൻ അതുവഴി നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. +2 സയൻസ് ഗ്രൂപ്പ് 45%, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പുട്ട് ടുഗദർ 45%, +2 സയൻസ് ഗ്രൂപ്പ് പാസ്സായ ഏതൊരാൾക്കും നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കൃത്യമായ രീതിയിൽ ഒരു മെന്ററിംഗ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും. ഒരു കുട്ടിയെ കൃത്യമായി അവന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി ദെൻ അവരെ പഠിപ്പിച്ച് അവരെ പരീക്ഷയ്ക്ക് ഇരുത്തി അവരെ പരീക്ഷയ്ക്ക് പാസ്സാക്കി എടുക്കുന്ന രീതിയിലുള്ള വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഫാക്കൽറ്റി വിങ് തന്നെ അല്ലമീന്റെ സവിശേഷതയാണ്. ദെൻ ഈ 2024 സ്കീമിലേക്ക് നിങ്ങളുടെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ പറയുന്ന ബ്രാഞ്ചുകളിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെടാവുന്നതാണ്. അഡ്മിഷൻ സെല്ലുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.